നാട്ടിൽ നിന്നുള്ള അടുത്ത പെട്ടി എത്തി. അപ്പം നമുക്ക് പൊട്ടിക്കാം. ഈ പെട്ടി ഇച്ചായൻ്റെ വേറൊരു ഫ്രണ്ട് കന്യാകുമാരിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ കയ്യിൽ പപ്പ കൊണ്ട് ചെങ്ങന്നൂർ കൊടുത്തു. ചെങ്ങന്നൂരിൽ നിന്ന് ആ ഫ്രണ്ട് ഇവിടെ എത്തിച്ചു. അങ്ങനെ രണ്ടാമത്തെ പെട്ടിയും എത്തി. ഇതിൽ എന്തൊക്കെയാണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം, എന്നാലും നമുക്ക് പൊട്ടിക്കാം. ഇതിന് ബാഗ് എനിക്ക് ഓർഡർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്നായിരുന്നു ആ ഫ്രണ്ട് വരുന്ന ഡേറ്റ് അറിഞ്ഞത്. അപ്പം പിന്നെ ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനം എത്തില്ല. അതുകൊണ്ട് വീട്ടിലിരുന്ന ഒരു ബാഗ് എടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ സിബ് ഇതായി പോയിട്ടുണ്ടായി, പൊട്ടിയിട്ടുണ്ടായിരുന്ന സിബാണ്. അത്യാവശ്യം കനമുണ്ട് കേട്ടാ. ഇനി ഇതിൻ്റെ അകത്തെ സാധനങ്ങൾ അതെന്താന്ന് എനിക്കറിയില്ല. ഏത്തപ്പഴം ഇവിടെ കിട്ടില്ലേ എന്ന് ചോദിക്കുന്നവരോട് കിട്ടില്ല. ഇവിടെ കിട്ടുന്ന പഴം റോബസ്റ്റ. അതാണ് ഇവിടെ കിട്ടാറുള്ള ഏക പഴം. ഇത് അച്ചപ്പം ഉണ്ടാക്കുന്ന അച്ച്. പിന്നെ തേങ്ങ. ഇത് രണ്ടും ഒരു സാധനമാണ്, ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിൽ ഉള്ള സാധനം എന്താന്ന് വെച്ചാൽ തേങ്ങയും അരിയും അരിപ്പൊടിയുമാണ്. ഏത്തപ്പഴം ഇവിടെ എത്തി, പക്ഷേ ഒത്തിരി പഴുത്തിട്ടില്ല. അതാണ് ഒരു ഗുണം. മറ്റേ ചക്ക ഒരുപാട് പഴുത്തു പോയെന്ന് ഞാൻ ഒന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഇതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പൊക്കിയെടുത്ത് പുറത്തോട്ട് വെക്കുന്നില്ല. അരിപ്പൊടി, അരി അതൊക്കെയാണ് ഉള്ളത്. ഇനിയും ഇതെന്താന്ന് കാണിക്കട്ടെ ഞാൻ. കത്രിക അങ്ങോട്ട് വെച്ച് സാരമില്ല, ഇങ്ങനെ നമുക്ക് പൊട്ടിക്കാം. ദിസ് ഈസ് മാങ്കോസ്തി. കണ്ട, ഇത് പഴുത്തതാണ്. ഇത് ഏതൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. ഇത് 4 ഇത് കാണിക്കുന്നുണ്ടല്ലോ, ഇല മാതിരി. അപ്പം ഇതിൻ്റെ അകത്ത് 4 പീസ് ഉണ്ടെന്നാണ് ആ ഒരു വീഡിയോയിൽ അവർ പറഞ്ഞത്. ഞാൻ ഒന്ന് നോക്കട്ടെ. നാലൊന്നും അല്ലിത്. വലിയ പീസ് 4 എണ്ണം കേട്ടോ. അവർ പറഞ്ഞത് ശരിയാ, പക്ഷെ ചെറിയ 2 പീസും കൂടെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ വ്ലോഗ് അവസാനിപ്പിക്കട്ടെ. ബൈ ബൈ, സീ യു ഇൻ അതർ വീഡിയോ. അതിനു മുമ്പ് ഇതയച്ച അമ്മയ്ക്കും പപ്പായ്ക്കും പിന്നെ കൊണ്ടുവന്ന അജിൻ സാറിനും ഒരുപാട് നന്ദി. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ. ബൈ ബൈ, സീ യു. ബൈ ബൈ.